ഒരു ഗ്രാമീണനായ അറബി ഉണ്ടായിരുന്നു. ആ ഗ്രാമീണനായ അറബി നേരം വെളുത്താൽ ആടുകളെയും കൊണ്ട് മരുഭൂമിയിൽ പോയി ആടുമേക്കും. ഒരിക്കൽ ഒരു മരത്തിന് ചാരിയിരുന്ന് ആടിനെ മേയാൻ വിട്ടിട്ട് ഉറങ്ങിപ്പോയി. ഉറങ്ങുന്നതിനിടയിൽ മെല്ലെ 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 ചെന്നായ വന്ന് ചെന്നായ ആടിനെ ഇങ്ങനെ ചുറ്റി ഒരു ആടിനെ ഈ ചെന്നായ പിടിച്ചു. അപ്പോൾ ഈ ആട്ടിൻകുട്ടി അട്ടഹസിച്ചു. ഉറങ്ങി ചാരിയിരുന്നുറങ്ങുന്ന ഈ ഗ്രാമീണനായ ഈ കാട്ടറബി ഉണർന്നു. നോട്ടക്കാരൻ അയാൾ ഓടി വന്നു. തൻ്റെ കയ്യിൽ മുട്ടൻ വടിയുണ്ട്. ഒറ്റ അടി കൊടുത്തു ഈ ചെന്നായെ. ഫഖാൽ, അപ്പോൾ ചെന്നായ പറഞ്ഞു, എൻ്റെ റബ്ബ് എനിക്ക് എൻ്റെ വായിൽ തന്ന റിസ്ഖിനെ നീ എന്നിൽ നിന്ന് വാങ്ങുകയാണടോ. നീ ചെയ്തത് അക്രമല്ലേ? ഞാൻ വന്നിട്ട് നേരമായി ആടിന് ഞാൻ ചിറ്റിയിട്ടുമുണ്ട്. നീ ഉണർന്നാൽ വിടാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നീ ഉണർന്നില്ല. അപ്പം ഞാൻ ഉറപ്പിച്ചു എൻ്റെ റിസ്ഖ് കുറച്ചു. എൻ്റെ വായിൽ എൻ്റെ റബ്ബ് തന്ന ഈ റിസ്ഖിനെ എൻ്റെ വായിൽ തന്ന ഈ റിസ്ഖിനെ എൻ്റെ വായിൽ നിന്ന് നീ തിരിച്ചെടുക്കുകയാണെടോ എന്ന് ഈ ചെന്നായ ഈ ഗ്രാമീണനായ കാട്ടറബിയോട് ചോദിച്ചപ്പോൾ കാട്ടറബി പറഞ്ഞു, അജബൻ 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 അജബ, അത്ഭുതം അത്ഭുതം. യതകല്ലമു ദീബു, ചെന്നായ വർത്തമാനം പറയുകയോ? ഫഖാൽ, അപ്പോൾ ചെന്നായ പറഞ്ഞു, അതതഅജബു ബികലാമി റജുലുൻ ബിൽ മദീന യുഖ്ബിറു മാ വറാ അസ്സമാ. എന്റെ വാക്കാണോ അത്ഭുതം? മദീനയിൽ ഒരാളുണ്ട്, ആ ആള് ആകാശത്തിനപ്പുറമുള്ള വിവരവും ഭൂമിയിൽ പറയുന്നുണ്ട്. അതല്ലടോ അത്ഭുതം. മലവേടന് കാട്ടറബിക്ക് കാര്യം മനസ്സിലായി. തൻ്റെ ആടിനെ ഉടമക്കാരനെ ഏൽപ്പിച്ചിട്ട് ഫഫറ ഇലൽ മദീന, അയാൾ മദീനയിലേക്ക് ഓടി. ഹബീബിന്റെ അടുത്തേക്ക് ചെന്നു. ഫഖാൽ, ഹബീബിനോട് പറഞ്ഞു, ഹദാനിയദ്ദീബു, എനിക്ക് ഹിദായത്തിന് കാരണം ചെന്നായാണ്. ഈ സംഭവം ഹാഫിദ് ഇബ്നു കസീർ മുഅ്ജിസാത്തു റസൂലില്ലാഹ് എന്ന തന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫിമാനികൽ അനാമു ഖത്തബദത്ഹാ ഇരീന അൻത ലി റസൂലി ഖിതാമു അൻത ലിൽ മൗലാ ശകൂറു ത്വലഅൽ ബദറു അലൈന മിൻ സനിയാതിൽ വദാഇ വജബ ശുക്രു അലൈന മദാ ലില്ലാഹി ദാ. അപ്പോൾ അനാമിലാരുണ്ട്? അനാമിലാരുമുണ്ട്. ഈ ഹിദായത്ത് ഈ ഗ്രാമീണനായ കാട്ടറബിക്ക് ഹിദായത്ത് കിട്ടാൻ കാരണക്കാരനായ ചെന്നായും മുത്തുനബിയിൽ പരിഭ്രമിച്ച ആളാണ്. ഫീ മആനികൽ അനാം. മനസ്സിലാവില്ലേ പറഞ്ഞത്? അതിനറ്റല്ല, ഇതിനേക്കാൾ വലിയ ഒരു ദീനും ഇല്ല. ദീൻ എന്നാൽ മഅരിഫത്തു റസൂലല്ല, അൽ വുസ്ലത്തു ഇല റസൂലി ബിൽ മഹബ്ബ. അതിനാണ് ദീൻ എന്ന് പറയുക. ദീൻ എന്നാൽ നബിയെ അറിയലല്ല, നബിയെ അറിയാൻ കഴിയൂല. പ്രേമം കൊണ്ട് നബിയിലേക്ക് ചേരില്ല. പിന്നെ ഇങ്ങനെ വാസിലാവും.